2 ലിറ്റർ വെള്ളവും കുടിക്കൂ, 6 ലിറ്റർ മൂത്ത് വയ്ക്കും. പിന്നീട് ശരിയാവാ. ആ ചൂണ്ടിയിട്ടിക്കാൻ ഇങ്ങോട്ട് വാ. ഇത് വരണ്ടേ? അതിൽ വരാൻ പറയാം. ഇത് നമ്മൾ ഈ എല്ലാ വീട്ടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് കൂടി പോകുന്നതിൻ്റെ ഉദ്ദേശം എന്നാ? അടുക്കള വശത്തോട്ട് പോയാലോ നമുക്ക് പെട്ടെന്ന് കുടുംബത്തിലെത്താൻ പറ്റും. ദോശ കൂട്ടിട്ടോ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടോ പെട്ടെന്ന് കുടുംബത്തിൽ അനുകമ്പ പഠിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉപ്മാവ് ഒന്നും ഉണ്ടാക്കിയിട്ട് ആരും ഫോട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. വയൽവക്കം കൊള്ളത്ത് ഉപ്മാവ് ഉണ്ടാക്കി ആരത് ബോട്ട് രൂപ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ സോഷ്യൽ മീഡിയ വഴി വൈറലാകാനുള്ള പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ നമ്മുടെ ചിഹ്നം പിടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുന്നൊരു വീഡിയോ ഉണ്ടാക്കി. എന്നിട്ടോ ഒരു മനുഷ്യൻ തിരിഞ്ഞു. നന്നായി സമയോ ഇന്ന് ചാർജ് കുത്താൻ പറഞ്ഞ ചാർജ് കുത്തിയില്ലേ? ഞാൻ ചാർജ് കുത്തിയില്ലല്ലോ. എനിക്ക് ചാർജ് കയറിയില്ലല്ലോ. ഞാൻ കയറാൻ വേണ്ടി ഒരു ഏണിയും കൂടി വെച്ച് കൊടുക്കാം. കൗണ്ടർ ഇതാ പഞ്ചായത്ത് ഇലക്ഷൻ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. എന്നിട്ട് അത് 2ാമത് വോട്ട് വയ്ക്കാൻ പോകുന്നു. ആൾക്കാരെ ഒടിച്ചിലും ആട്ടും തുപ്പും കേൾക്കേണ്ടി വരും. ആട്ടും തുപ്പ് 5 കൊല്ലത്ത് ഒരിക്കല്ലേ? അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞ് ആട്ടും സൂപ്പല്ലേ? അതിനുള്ള അവകാശം കൊടുക്കണ്ടേ നമ്മള് അവർക്ക്? അങ്ങോട്ട് പോണം. ഓ കൊഞ്ഞനും കുത്തില്ലീന്. കൊഞ്ഞനും കുത്തുന്നില്ല, എന്ത് തിന്നുന്നില്ലേ? ഓ പഴം തിന്നാണ് ചിമ്പാൻസിക്കണ്ടേ. സൈസ ഇതല്ലാന്ന് പഴം കുത്തി കേട്ടല്ല. എന്നാ പിരുവാങ്കിൽ അമ്മയോടൊന്നും ഓടിയില്ല. അല്ല അവരോട് പോയി ഞാനറിയില്ല. ഞാൻ രാവിലെ എണീറ്റ് പോഞ്ഞ പേപ്പർ വയ്ക്കാൻ. മോനെ ഇത് ബോട്ട് വയ്ക്കാൻ പറഞ്ഞാണ്. ഇതെല്ലാം 2 മാസം മുമ്പിൽ ചെയ്തിനി. അത് പഞ്ചായത്ത്, ഇത് നിയമസഭ. നമുക്ക് മന്ത്രിനും മുഖ്യമന്ത്രിനെല്ലാം വേണ്ടേ? ഇടക്കിടക്ക് ചെയ്യണ അല്ല ഇത് മറന്നുപോകൂലേ? ഇത് കയ്യച്ച് തിന്നാൻ തുടങ്ങിയതാ. പോട്ടെ. ഇതല്ലേ യൂട്യൂബിലെ ചെക്കെ? ഇവരല്ലേ സെലിബ്രിറ്റി, ഇവരല്ലേ സോഷ്യൽ മീഡിയ വരിക്കുന്നത്. ഒന്ന് മൈൻഡായി കളയാ. മോനെ പ്രതാപ എന്തല്ല അല്ല പ്രയാഗ എന്തല്ലാന്ന് പണിക്കൊന്നും പോക്കില്ലേ? ഇല്ലപ്പാ, ഒരു 172 ആശംസ വീഡിയോ ആയിട്ട് 2 ദിവസം ലീവാ. അല്ല നമ്മളെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ആശംസ വീഡിയോ ചെയ്തൂടെ? കലാകാരന്മാർക്ക് രാഷ്ട്രീയമില്ല കേട്ടാ. കലാകാരന്മാർക്ക് വോട്ട് ഉണ്ടാവൂലേ? ആലോചിക്കാം. അതൊന്നും ചെയ്യണം കേട്ടാ. പോട്ടെ. ശരി. ഭരണം കിട്ടിയോളൂ. ഇവന്റെ ചാനൽ പൊട്ടിക്കണം. വേറെ പണി എടുത്തിരിക്കാൻ ഇതിനെക്കൊണ്ടൊന്നും ആവില്ല. ഹേമന്ത് ചെമ്മരിയാട് ഈ കണ്ട മൊത്തം ഇന്റർലോക്ക് ഇടണം, നടക്കാനൊന്നുമില്ല. ആ പെരുമ്പാമ്പ എന്തെല്ലാം ഇര കിട്ടാത്തോണ്ട് ഇരക്കാൻ ഇറങ്ങിയതാ വോട്ട്. ഇന്ത്യയിലെ കളി പോലെ തന്നെ ഒരു ഫ്ലക്സ് വരെ വെക്കാത്തോണ്ട് ജയിച്ചേ അല്ലേ? ഓനെന്തിന് ഫ്ലക്സ് വെക്കാൻ അറിയാ? ഇലക്ഷൻ കമ്മീഷന്റെ ഗ്രീൻ പ്രോട്ടോക്കോളിന്റെ അതിന്റെ ഭാഗമായി പറഞ്ഞുതരാം. ബാ, ഈ ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിലെ, അതായത് PVC ഫ്ലക്സുകൾ, തെർമോകോള്, ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഗ്ലാസ്, ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതൊന്നും ഇല്ലാണ്ട് പിന്നെ എന്താ ലക്ഷ്യം? ഇതെല്ലാം നമ്മൾ പണ്ടേ കെട്ടുന്നില്ലേ? വേറെ എന്തെല്ലാം ഉണ്ട്? കോട്ടന്റെ തുണി, പേപ്പർ, പിന്നെ ഓലേനെ കൊണ്ടുള്ള മറിഞ്ഞിട്ടുള്ള കൊട്ട, ഇതെല്ലാം ഉപയോഗിച്ചൂടെ? പകരം ഉപയോഗിക്കാലോ. പ്രോട്ടോകോള്, തെർമോകോള് ഇതെല്ലാം നടക്കുവാ? നടന്നില്ല നടത്തിക്കൂ. ആരാണോ സ്ഥാനാർത്ഥി അയാളെ പേരില്ലാതെ പിഴ ചുമത്താം. എന്തെങ്കിലും സംശയമുണ്ട് ജില്ലാ ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. പിന്നീടില്ല നമ്മൾ തോറ്റുന്നേ ഉള്ളൂ, പരിസ്ഥിതി തോറ്റാ ലോകം മൊത്തം തോറ്റുന്നതാണ്. അതാ ഞാൻ പറയുന്നത്, ഇപ്രാവശ്യം നിങ്ങൾ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യും.